സിപിഐഎമ്മിന്റെ സമ്മേളനങ്ങൾ മാതൃകാപരമെന്ന് ഫാദർ വർഗീസ് കൈതമൺ. പത്തനംതിട്ട ജില്ലാ സമ്മേളനം നടക്കുന്ന നഗരിയുടെ തൊട്ടടുത്താണ് വർഗീസ് കൈതമൺ വികാരിയായ മേരി മാതാ ചർച്ച് സ്ഥിതി ചെയ്യുന്നത്. സമ്മേളനത്തെ കണ്ടറിഞ്ഞാണ് വൈദികന്റെ ഇത്തരമൊരു വിലയിരുത്തൽ. സിപിഎമ്മിന്റെ പത്തനംതിട്ട ജില്ലാ സമ്മേളനം ഇത്തവണ നടക്കുന്നത് മലങ്കര കത്തോലിക്ക സഭയുടെ ഓഡിറ്റോറിയത്തിലുള്ള വകയാറിലെ സഭയുടെ നമ്മളിപ്പോൾ നിൽക്കുന്ന നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് സമ്മേളന വേദിയിൽ സഭയും അതിൻ്റെ ചർച്ചിൻ്റെ പണി പുരോഗമിക്കുന്നതും കാണാം. പുതിയ ദേവാലയത്തിൻ്റെ ഇപ്പം സഭയുടെ വികാരിയായിരിക്കുന്ന വർഗീസ് കൈതമൺ അച്ഛൻ ചേരുന്നുണ്ട്. ഫാദർ, ഈ സമ്മേളനം തൊട്ടടുത്ത് നടക്കുകയാണ്. അച്ഛൻ ഈ സമ്മേളനമൊക്കെ വീക്ഷിക്കുന്നുണ്ടായിരിക്കാം. ഇത്തരം ഒരു ജനാധിപത്യ അല്ലെങ്കിൽ പാർട്ടി സമ്മേളനത്തെ പറ്റി അച്ഛൻ്റെ ഒരു വീക്ഷണം എന്താണ്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സമ്മേളനത്തിന് ഈ ഓഡിറ്റോറിയം വേദിയാകാനിടയായതിൽ വലിയ സന്തോഷമുണ്ട്. നമ്മുടെ ജനങ്ങളുടെ ക്ഷേമകരമായ പ്രവർത്തനങ്ങൾക്ക് എപ്രകാരം നേതൃത്വം നൽകാം എന്ന് മാർക്സിസ്റ്റ് പാർട്ടി പത്തനംതിട്ട ജില്ലാ ഘടകം ഒന്നിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കുന്നത് വളരെ ശുഭോദർക്കമാണ്. പ്രത്യേകിച്ച് ഈ വനമേഖലയിൽ താമസിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചോളം ധാരാളം ആശങ്കകളുണ്ട്. വന്യജീവിയുടെ പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്നവരുണ്ട്. ബഫർ സോണിൻ്റെ വിഷയം മൂലം പ്രയാസപ്പെടുന്നവരുണ്ട്. അപ്പോൾ ജനകീയ അടിത്തറയുള്ള ഒരു പാർട്ടി എന്ന രീതിയിൽ ജനങ്ങളുടെ വികാരങ്ങൾ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അത് ചർച്ച ചെയ്ത് കൂടുതൽ ക്ഷേമകരമായ പദ്ധതികൾ ആവിഷ്കരിക്കാനായിട്ട് സാധിക്കുന്നത് വളരെ അഭിനന്ദനാർഹമായ കാര്യമാണ്. ഞാനിത് വീക്ഷിക്കുന്നുണ്ട്. വളരെ സിസ്റ്റമാറ്റിക്കായിട്ടും ഭംഗിയായിട്ടും താഴെത്തട്ടിലുള്ള ആളുകളുടെ വരെ വിചാരങ്ങളും വികാരങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ ക്രിയാത്മകമായ ജനക്ഷേമത്തിന് ഉതകുന്ന രീതിയിലുള്ളതായ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കാൻ വേണ്ടിയാണ് ഇത്രയും പേര് ഇവിടെ ഒന്നിച്ചു കൂടുന്നത് എന്നത് ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ ശുഭദർശനമായ കാര്യമാണ്. എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞപ്പോൾ ഈ ബ്രാഞ്ച് സമ്മേളനങ്ങൾ സെപ്റ്റംബറിൽ തുടങ്ങുന്നു. അങ്ങനെ 3 മാസം ഒരു പ്രക്രിയയ്ക്ക് ശേഷമാണ് 1000-ഓളം ബ്രാഞ്ച് സമ്മേളനങ്ങൾ, പിന്നെ 100ഓളം ലോക്കൽ സമ്മേളനങ്ങൾ, 11 ഏരിയ കമ്മിറ്റി സമ്മേളനം, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ഫൈനലായിട്ട് ഇതിലേക്ക് വരുന്നത്. അവിടെ എല്ലാമാണ് ഇതിൻ്റെ അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുന്നത്. ഒരു മനോഹരമായ പ്രോസസ്സ്, ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യം തന്നെയല്ലേ പാർട്ടിക്ക് ഉൾപാർട്ടി ജനാധിപത്യം. ഇത് നല്ലൊരു കാര്യം തന്നെയല്ലേ? തീർച്ചയായിട്ടും മാതൃകാപരമായ ഒന്നാണ്. അതിന് ഹൃദയപൂർവ്വം നിങ്ങളെ അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ അച്ഛൻ സൂചിപ്പിച്ച ഈ നമ്മുടെ മലയോര ജനതയാണ് അതിൻ്റെ വിഷയങ്ങൾ ഇന്നലെ പ്രമേയ രൂപത്തിൽ അവതരിപ്പിച്ചത് ഈ കേന്ദ്ര വനം വന്യജീവി നിയമത്തിലെ ഭേദഗതി വരുത്തണമെന്ന്. അത്തരം ആവശ്യങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൂടി ചർച്ച ചെയ്യുമെന്ന് പറയുമ്പോൾ അത് നമുക്കൊരു ആശ്വാസം അല്ലെ, പ്രതീക്ഷ നൽകുന്നതല്ലേ? തീർച്ചയായിട്ടും അത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. ജനങ്ങളുടെ പ്രശ്നം കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണല്ലോ നിങ്ങൾ ഇവിടെ ഒന്നിച്ചു കൂടുക എന്ന് പറഞ്ഞാൽ. ഇത്രയും ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്നവരും പാർട്ടിയുടെ വിജയത്തിനായി പ്രവർത്തിക്കുന്നവരും ഇത്രയും സമയം ഇവിടെ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ ജനങ്ങൾക്ക് ക്ഷേമകരമായ ഒരു ഭരണം കാഴ്ചവെക്കാൻ വേണ്ടിയാണെന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ്. വളരെ നന്ദി. ഇതിലും വളരെ കൃത്യമായി തന്നെ സമ്മേളനത്തെ വിലയിരുത്തിയ ഒരുപക്ഷെ കൃത്യമായ നിരീക്ഷണമാണ് ഫാദർ കൈതമൺ, വർഗീസ് കൈതമൺ നടത്തിയിരിക്കുന്നത്. വളരെ സന്തോഷം ഇത്തരം വിലയിരുത്തൽ നടത്തിയിരുന്ന കോന്നിൽ വകയാറിൽ നിന്ന ക്യാമറമാൻ അഖിലേഷ് കൊടുമ്പണ്ടൊപ്പം സുജു ടി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.